സ്റ്റുപ്പിഡ് റയൽ മാഡ്രിഡ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുന്നത്. അത് എന്താണെന്ന് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ മുഴുവൻ കേൾക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റീസൺ, ചാമ്പ്യൻസ് ലീഗിൽ എസ്പെഷ്യലി അവർക്ക് ഇനിയുള്ള മത്സരങ്ങൾ, റയലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ കുറച്ചും കൂടെ ക്രൂഷ്യലാണ്. ആ സമയത്ത് ഈ റെഡ് കാർഡ് ആവശ്യമായിരുന്നോ? കാരണം അത് ചിലപ്പോൾ ഒരു 3 മാച്ച് വരേക്കുമൊക്കെ ഒരു സസ്പെൻഷൻ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഫൗളാണ്. സോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് ആരെ ബാധിക്കും? ക്ലബിനെ ബാധിക്കും എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന്, ആ മാച്ചിൽ ഒരു സ്റ്റുപ്പിഡ് ആക്റ്റായിട്ട് തോന്നി. 2, ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ, അതായത് റഫറീന്ന് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ, ഒരു കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കഥയും പറഞ്ഞുകൊണ്ട് വരുന്ന ടീമാണ് ആര്? റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. ആ ക്ലബിന് ഈ രണ്ടാമത്തെ ഗോളിനെ കുറിച്ചുള്ള ന്യായീകരണം എന്താണ് എന്നെനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. കാര്യം ഇതേ ഒരു ഇൻസിഡൻറ്റ്, ഏകദേശം ഇതേപോലത്തെ ഒരു ഡിക്റ്റോ ഇൻസിഡൻറ്റ് റയലിന് സംഭവിച്ചപ്പോൾ എന്തുണ്ടായി? അത് പെനാൽറ്റി ആയിരുന്നേ ഇല്ല. എന്നാൽ നേരെ തിരിച്ചത് അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെനാൽറ്റി കൊടുക്കുന്നു, രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു. 2 ഗോളും പെനാൽറ്റിയിലാണ്, എന്നാലും പോട്ടെ. ഈ വാർ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പെനാൽറ്റി കിട്ടിയത്, ഒരാവശ്യവും ഇല്ലാതെ കിട്ടിയത് റയലിനാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കേട്ടോ. കാര്യം ആ രണ്ടാമത്തെ ആ പെനാൽറ്റി ഡിസിഷൻ തന്നെയാണ് കാര്യം. അതല്ലാതെ ഞാൻ എന്ത് പറയണം? നിങ്ങൾ പറ. ഇപ്പോൾ ബാക്കിയുള്ളവർ പറയുകയാണ് ഈ 15 ട്രോഫി നിങ്ങൾക്ക് കിട്ടിയതിനകത്തും ഇതുപോലെ ഓരോ സംഭവങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യും? അത് താഴെ കമൻറ്റ് ചെയ്യും.